ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ലാറ്റുകളാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം സോണിലുള്ള ഹാർബർ വാർഡിലാണ്. ഞങ്ങൾ കഴിഞ്ഞ 1-2 ദിവസം ഇവിടെ സന്ദർശിച്ചിരുന്നു. ഇവിടെ 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മതിയായ ക്വാളിറ്റി ഇല്ലാത്ത നിർമ്മിച്ചതിനാൽ ഇത് നിർമ്മാണം പൂർത്തിയായി 4 വർഷം കഴിഞ്ഞ ഉടൻ തന്നെ പൊളിഞ്ഞു വീഴാൻ ആരംഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തതനുസരിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൊണ്ട് ഈ ഫ്ലാറ്റുകൾ ഏതു തരത്തിൽ വാസയോഗ്യമാക്കാം, എന്തുകൊണ്ടാണ് പണി പൂർത്തിയായി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്ത് കൊടുത്തു. അതിനെ തുടർന്നാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും അധ്യാപകരുമായിട്ടുള്ള ശ്രീ മിത്രയും ബിജുവും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. അവർ രണ്ടുപേരും ഇവിടെ വന്നു പ്രാഥമികമായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരായിട്ടുള്ള സാമും ബിജുവും ഞങ്ങളോടൊപ്പം ഉണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാണ്. അവരും ഇവരെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങിലെ മരാമത്ത് ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിലെ വിവിധ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും തന്നെ അവർക്ക് കൈമാറുന്നുണ്ട്. അവരാവശ്യപ്പെടുന്ന സ്ട്രക്ചറൽ ഡിസൈൻസ് ഒക്കെ തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൊടുക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെ ഈ ഫ്ലാറ്റ് വാസയോഗ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ എന്ത് പാകപ്പിഴകൾ സംഭവിച്ചതുകൊണ്ടാണ്, നിർമ്മാണത്തിലെ പാകപ്പിഴവാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ റിപ്പോർട്ട് തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. എന്തായാലും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കോർപ്പറേഷൻ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിഷയം കൗൺസിലിൽ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ കൊണ്ട് മേയറുടെ ചേംബറിലെത്തി കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്ത് ഈ വാർഡിൻ്റെ കൗൺസിലർ അഫ്സയാണ്. അഫ്സ ഇവിടെ നിന്ന് ജയിച്ച് വിഷയം ശ്രദ്ധയിൽ വന്ന ആ ദിവസം മുതൽ ഇക്കാര്യങ്ങളുമായി ഇതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കൂടി ഉപദേശം തേടിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ്. അധ്യാപകരായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിലയിരുത്തലുണ്ടാവും. അതൊരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ അവരുടെ ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്ത ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് തരുമ്പോൾ മാത്രമേ എനിക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല, അത് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റേതൊരു സമയമെടുക്കും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ കോർപ്പറേഷൻ ആക്ഷനിലേക്ക് കടക്കും. ഓക്കെ.